അത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം കമ്മീഷണറുടെയും നടപടികൾ സംശയകരമെന്ന് ഹൈക്കോടതി. സ്വർണ്ണക്കൊള്ളയിൽ വമ്പൻ സ്രാവുകളുണ്ട്. വലിയ സംഘത്തിന്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അന്വേഷണം അതിവേഗം കൃത്യതയോടെ പൂർത്തിയാക്കണമെന്ന് അന്വേഷണ സംഘത്തോട് കോടതി നിർദ്ദേശിച്ചു. അഹമ്മദ് മുജതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജതബ, ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ദേവസ്വം ബെഞ്ച് പറഞ്ഞത് ദേവസ്വം കമ്മീഷണറുടെയും പ്രസിഡന്റിന്റെയും ഒക്കെ നിലപാടിൽ സംശയമുണ്ട്, വലിയ സറാവുകൾ ഇതിന് പിന്നിലുണ്ട് എന്ന് കോടതി പറയുന്നു. വളരെ ഗൗരവത്തോടു കൂടിയാണ് കോടതി ഈ കേസിനെ കാണുന്നത്. എന്താണ് ഇന്ന് കോടതിയിൽ നടന്ന ഒരു വാദപ്രതിവാദ സംഭവ വികാസങ്ങൾ? വളരെ ഗൗരവത്തിൽ തന്നെ കാണുന്നത് കൊണ്ടാണ് നേരത്തെ തന്നെ സുവമോട്ടോ പ്രൊസീഡിംഗ്സിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്വമേധയാ ഒരു ഹർജി രജിസ്റ്റർ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ കഴിഞ്ഞൊരു 10 ദിവസം മുമ്പാണ് SIT ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റെടുത്തത്. ഹൈക്കോടതി നിയോഗിച്ച SIT പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കുകയും ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിർണായകമായ പല സ്റ്റെപ്പുകളുടെ SIT കടന്നു പോവുകയും ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റാണ്. ആ അറസ്റ്റ് രേഖപ്പെടുത്തി കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി നിലവിൽ കസ്റ്റഡിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ളത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. അനന്ത സുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ചോദ്യം ചെയ്യൽ നേരിടുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ഈ കേസ് പരിഗണനയ്ക്ക് വരുന്നത്. പ്രാഥമികമായി 10 ദിവസത്തിനകം SIT ശേഖരിച്ച വിവരങ്ങൾ, വെളിപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ ഒരു മുദ്രവെച്ച കവറിൽ ആ റിപ്പോർട്ട് കൈമാറി. ആ റിപ്പോർട്ടിൽ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ ഉണ്ട് എന്നതുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ പറഞ്ഞത്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകരുത് നേരത്തെ കോടതി പറഞ്ഞതാണ്. ഇന്നിപ്പോൾ കോടതി പറയുന്നത്, ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു വലിയ ചങ്ങലയുടെ ഇങ്ങേ അറ്റത്തുള്ളൊരു കണ്ണിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്രാവുകൾ കൂടി അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട്. ആ രൂപത്തിലാണ് കോടതി ഇന്ന് SITയും കോടതിയും തമ്മിലുള്ള ഒരു സംഭാഷണങ്ങൾ നടന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ വൻ സ്രാവുകളുണ്ട്, അവരെ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. മാത്രമല്ല നമുക്കറിയാം, 2 ഇമെയിൽ സംഭാഷണങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അതൊന്ന് ഈ സ്വർണ്ണപ്പണികൾ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്വർണം ബാക്കിയുണ്ട്, അത് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണം അനുമതി ചോദിച്ചുകൊണ്ട് പോറ്റി ഒരു മെയിൽ അയക്കുന്നുണ്ട്. ദേവസ്വം കമ്മീഷണർ എസ്കലേറ്റ് ചെയ്ത് ബോർഡ് അംഗങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നുമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആ സംഭവം നടക്കുന്നതിന്റെ 2019 ആ ഇമെയിൽ ഉള്ളത്. അതിന്റെ 2 വർഷം മുമ്പോട്ടുള്ള കത്തിടപാടുകൾ പൂർണ്ണമായും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം, പരിശോധിക്കണമെന്നാണ് ദേവസ്വം ബെഞ്ച് പറയുന്നത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് ഒരു സമഗ്ര രീതിയിലുള്ള ഈ കൾപ്രിറ്റിനെ കൂടുതൽ രംഗത്ത് കൊണ്ടുവരുന്ന, ഒരാളെയും വിട്ടുപോകാത്ത ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോകണം. കാര്യം ഇത് കേരള പോലീസാണ് അന്വേഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് കേരള പോലീസിന്റെ അന്വേഷണത്തെ മാത്രമല്ല ബാധിക്കുക. നേരിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സുവമോട്ടോ പ്രൊസീഡിംഗ്സ് തുടങ്ങുകയും അതിൽ വിവിധങ്ങളായ ആദ്യം ദേവസ്വം വിജിലൻസ്, പിന്നീട് ഇതിന്റെ ഒരു ഇൻവെന്ററിക്കായി കണക്കെടുപ്പിന്, മൂല്യവസ്തുക്കളുടെ കണക്കെടുപ്പിനായി, അല്ലെങ്കിൽ ശബരിമലയിലെ കാണിക്കകളുടെ വലിയ സ്വർണം, അതോടൊപ്പം തന്നെ രത്നങ്ങൾ ഉൾപ്പെടെയുള്ള വെള്ളിയുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്. ഇവയുടെ മൂല്യം കണക്കാക്കാൻ ഒരു ജസ്റ്റിസ് KT ശങ്കരൻ അദ്ദേഹത്തിന്റെ സമിതി വരുന്നു. അതിനുശേഷം SIT കുറെ കൂടി ഗൗരവമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം പോകേണ്ടതുണ്ട് എന്ന് കണ്ടുകൊണ്ട് SIT രൂപീകരിക്കുന്നു. സ്വാഭാവികമായും ഇതിനകത്ത് വരുന്നത് ഇതൊരു പൊതുവിശ്വാസ്യതയുടെ, ഭക്തരുടെ ഉൾപ്പെടെയുള്ള ഒരു വിശ്വാസ്യതയുടെ കൂടി പ്രശ്നമാണ്. അത് ഹൈക്കോടതിയുടെ കൂടി ക്രെഡിബിലിറ്റിയുടെ ഭാഗമാണ്. ആ നിലയ്ക്ക് വളരെ ഒരു തരത്തിലുള്ള ലൂപ്പോളുമില്ലാതെ സുതാര്യമായി വളരെ സത്യസന്ധമായ ഒരു അന്വേഷണം കൊണ്ടുപോകണമെന്ന് കൂടി കോടതി പറയുന്നുണ്ട്. എന്തായാലും പോറ്റിക്ക് അനുകൂലമായി ആരുടെയൊക്കെ ഭാഗത്ത് നിന്ന് നിലപാടുണ്ടായിട്ടുണ്ട്? ദേവസ്വം പ്രസിഡന്റിന് അത്തരമൊരു നിലപാടുണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ ദേവസ്വത്തിന്റെ മാനുവൽ ലംഘിച്ചുകൊണ്ട് ഈ സ്വർണ്ണപാളികൾ പരമ്പരാഗത രീതിയിൽ ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നുള്ള ലംഘനം, ആ മാനുവലിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലംഘിച്ചുകൊണ്ട് പോറ്റിക്ക് സ്വർണം കൊടുത്തുവിട്ടതിന് പിന്നിൽ അത് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് അറിയാഞ്ഞിട്ടല്ല, അതുകൊണ്ട് ബോർഡ് പ്രസിഡന്റിന് ഉൾപ്പെടെ ഇതിനകത്ത് പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ 474.9 ഗ്രാം, അതായത് 500 ഗ്രാമിനടുത്ത് വരുന്ന സ്വർണം എവിടെ പോയി? കൽപേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ സ്വർണ്ണക്കട്ടിയായി കൊടുത്തുവിട്ടു എന്നാണ് ഈ ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴി. അങ്ങനെയെങ്കിൽ കൽപേഷ് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. അദ്ദേഹം ഒളിവിലാണെങ്കിൽ അദ്ദേഹം ഈ സ്വർണം ആർക്കൊക്കെ പങ്കുവച്ചു, അല്ലെങ്കിൽ എവിടേക്കൊക്കെ കൊണ്ടുപോയി എന്നതുൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട്. അത് സ്വാഭാവികമായും ആ സ്വർണം എവിടെയാണെന്ന് ഈ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് അറിയാതിരിക്കില്ല എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇത്
ഇന്നത്തെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന ചില വിവരങ്ങൾ ഉദ്ധരിച്ചാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ അജി തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേസ് കുറെ കൂടി ഗൗരവമായി വളരെ സീരിയസ് ആയ രൂപത്തിലേക്ക് അതിന്റെ അന്വേഷണം കൊണ്ടുപോകുന്നു.